കരിയാതെ കടന്ന് കരിയുകയാണ്. എല്ലുകളെടുത്ത് വെളിയിലിട്ടു. എന്നിട്ട് രണ്ടാമത്തെ പൊന്നുമോളെ പിടിക്കുകയോ. രണ്ടാമത്തെ പൊന്നുമോള് എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിച്ചു, മാസിത്ത മാറ്റമുണ്ടോ മോളെ, മാറ്റമുണ്ടോ മോളെ? മാസിത്ത ബീവിയുടെ തീരുമാനത്തിന് മാറ്റമില്ല. രണ്ടാമത്തെ പെൺകുഞ്ഞിനെയും അതിനകത്തിട്ട് കരിക്കുകയോ. എന്നിട്ട് മൂന്നാമതുണ്ടല്ലോ തന്റെ നെഞ്ചിലേക്ക്, തന്റെ മാറിടത്തിലേക്ക് പാല് കുടിക്കുന്ന ഒരു ചോരക്കുഞ്ഞായ പൊന്നുപോൽ അല്ലാഹുവേ, കണ്ടു കൊതിരിയിരുന്നിട്ടില്ലാത്ത പൊന്നുപോൽ. ആ പൊന്നുപോലെ ശത്രുക്കളെ പിടിക്കുകയാണ്. മാസിത്ത ബീവി കൊടുക്കുന്നില്ല. തന്റെ കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. അവസാനം ശത്രുക്കളെ പിടിച്ചു വാങ്ങിയിട്ട് തിളയ്ക്കുന്ന എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിച്ചു, മാസിത്ത മാറ്റമുണ്ടോ? നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? മാസിത്ത ബീവിയുടെ കണ്ണ് നിറയുകയോ. പഠിച്ചവരെ 9 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയും നൊന്ന് പ്രസവിച്ച് എന്റെ പൊന്നുപോലെ കണ്ണ് കൊതിനീർന്നിട്ടില്ല. ആ ചോരക്കുഞ്ഞിനെ കിടത്തി വെച്ചിട്ട് ചോദിക്കുന്നു, മാസിത്ത ഈ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇതിനെ കൊല്ലടോ മാസിത്ത, ഈ കുഞ്ഞിനെ കൊല്ലടോ മാസിത്ത. മാസിത്ത ബീവിയുടെ കണ്ണ് നിറയുകയാണ്. മാസിത്ത ബീവിയുടെ കണ്ണ് നിറയുകയാണ്. തല താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ശത്രുക്കളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമായി മാസിത്ത മടങ്ങി വരുമെന്ന് എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞായ പൊന്നുപോൽ 4 മക്കളെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ചിട്ടുള്ളൂ. പ്രസവിച്ച സമയത്ത് സംസാരിച്ച 4 മക്കളെ ഉള്ളൂ. മാസിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമകന് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ ശത്രുവിന്റെ കയ്യിലിരുന്നു കൊണ്ട് കരയുന്ന ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് അവിടുന്ന് വിളിക്കുന്ന, ഉമ്മ കരയല്ലേ ഉമ്മ, കരയല്ലേ ഉമ്മ, തോറ്റുകൊടുക്കല്ലേ ഉമ്മ. ഈ തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. ഇവിടത്തെ ദുനിയാവിലെ തീ സഹിക്കോ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. 3000 കൊല്ലം കത്തിച്ച നരകത്തിന്റെ തീ സഹിക്കാൻ